ഞാനിന്നിവിടെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പടയാണ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം തിളയ്ക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച വെള്ളമാണത്. ഇതുപോലെ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ വേണം കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കാനേ. നന്നായിട്ട് ഇളക്കി അതൊറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് നഷ്ടപ്പെടും. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. അടുപ്പത്ത് നല്ല തിളച്ച് തന്നെ ഇരിക്കുന്ന വെള്ളമായിരിക്കണം ചെയ്യണത്. ചൂടാറിക്കഴിഞ്ഞാൽ കുഴ ശരിയാവില്ല. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചുകൊണ്ടേയിരിക്കണം. വെള്ളം കുറച്ചുകൂടി ഇതോടെ ഒന്ന് ചൂടാറാനിരിക്കട്ടെ. അപ്പം ഞാൻ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പാവ് വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ തേങ്ങയും ജീരകവും കൂടി ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അത് ഈ തേങ്ങ ഇതെല്ലാം കൂടി ഇട്ട് ഇതിലിട്ടടക്കണം. ഞാൻ കാണിച്ചു തരാണ്. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകണം. ഇപ്പോഴൊക്കെ നോക്കി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊടിച്ച് കൊടുക്കണേ. ഉരുക്കിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിക്കാണ്. ഇത് വല്ല കല്ലോ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് ഇത് അരിച്ചു കൊടുക്കുന്നത്. കഴുകട്ടെ. ജസ്റ്റ് കല്ലൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ? പിന്നെ ശർക്കരയുടെ ഈ കരിമ്പിൻ്റെ ചണ്ടിയൊക്കെയാന്ന് തോന്നുന്നു. കറുത്ത ഇതൊക്കെ ഉണ്ട്. അത് പോകാനായിട്ടാണ് അത് അരിച്ചെടുത്തത്. അരിച്ചെടുത്തത് പിന്നെ ഒന്നുകൂടി ചൂടാക്കാൻ വയ്ക്കാണ്. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങ ചെറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. കുറച്ച് അവല്, അത് ഓപ്ഷനല്ല, തേങ്ങ ഉണ്ടെങ്കിൽ ഇടാം. തേങ്ങ കുറവാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് അവലും കൂടി ഇട്ട് കൊടുത്താൽ. അത് ഞാൻ ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ.
അവലും കൂടി ഇങ്ങനെ വിളയിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയും അവലും ശർക്കരയും ജീരകവും ഏലക്കായും എല്ലാം കൂടി ഇങ്ങനെ വിളഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പ്പായിരിക്കും ഇതിന്. എല്ലാ ദിവസവും മാറി മാറി പലഹാരം ഉണ്ടാക്കാറുണ്ട്. പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി, മുളക് വട എല്ലാം മാറി മാറി ഉണ്ടാക്കാറുണ്ട്. മാറി മാറി ഞാൻ ചെയ്യും. അടുത്ത ദിവസങ്ങളൊക്കെ ഞാൻ മാറി മാറി ഓരോ പലഹാരങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം അതിന്റെ വീഡിയോസും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പം ഏകദേശം പാകമായിട്ടുണ്ട്, ഒരു കട്ടിയായിട്ടുണ്ട് കേട്ടോ, കട്ടിയായിട്ടുണ്ട്. ഇനി അതൊന്ന് ആറാനിരിക്കട്ടെ. വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല മാവ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എടുക്കാൻ കിട്ടും. ഇങ്ങനെ പിടിച്ച് കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ അതിന് എത്ര വേണമെങ്കിലും വലുതാവും. കണ്ടോ, കുഴി പോലെ ആയില്ലേ. ഈ ശർക്കര ഇങ്ങനെ വിളയിച്ചത് ഇങ്ങനെ ഇത് കുഴ നന്നായിട്ട് വന്നാലാണ് ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. മാവ് ആ ചൂടുവെള്ളം നല്ലോണം തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചാലാണ് നമുക്ക് ഇത്ര ഇതായിട്ട് സോഫ്റ്റ് ആയിട്ട്, കണ്ടോ സോഫ്റ്റ് കണ്ടോ, ഇതിങ്ങനെ ഞെക്കുമ്പോൾ നമുക്കങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. ഇതിങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ ഉരുട്ടി 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 നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഈ 20 മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് കാണിക്കുന്നത്.